ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. അജ്ഞാനാന്ധതയാകെ അകറ്റും വിജ്ഞാനക്കതിർ വീശും. അജ്ഞാനാന്ധതയാകെ അകറ്റും വിജ്ഞാനക്കതിർ വീശും. വേദാന്ത പൊരുൾ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. വേദാന്ത പൊരുൾ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. കൃപയാലേതൊരു പാതകനെയും പാവനശോഭിതനാക്കും. കൃപയാലേതൊരു പാതകനെയും പാവനശോഭിതനാക്കും. പാപനിവാരണ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. പാപനിവാരണ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. നശിക്കും ലൗകിക ജനത്തിനു ഹീനം നമുക്കോ ദൈവിക ജ്ഞാനം. നശിക്കും ലൗകിക ജനത്തിനു ഹീനം നമുക്കോ ദൈവിക ജ്ഞാനം. കുരിശിൻ വചനം സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. കുരിശിൻ വചനം സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. നരഭോജികളെ
വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം എന്നും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം എന്നും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനവുമായി ഒരു ദിവസം കൂടെ നിങ്ങളുടെ മുമ്പാകെ എഴുന്നേറ്റ് വരുവാൻ തക്കവണ്ണം ദൈവം തന്ന സാഹചര്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലഹിനെ ജനിപ്പിച്ചു. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിൻ്റെ ആയുഷ്കാലമാകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ദൈവത്തിന് സ്തോത്രം. ആദാമിൻ്റെ തലമുറയിൽ 7ാമത്തെ തലമുറയിലായിട്ടാണ് ഹാനോക്ക് ജനിക്കുന്നത്. ഹാനോക്കിനെ പറ്റി വായിക്കുമ്പോൾ നാം കാണുകയാണ് 65ാമത്തെ വയസ്സിൽ ഹാനോക്കിന് ഒരു വലിയ മാനസാന്തരം ഉണ്ടായതായും അവൻ്റെ ആയുഷ്കാലം ദൈവത്തോടു കൂടെ നടന്നു എന്നുമാണ് നാം വായിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, 11-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നും അവൻ എടുക്കപ്പെട്ടതിനു മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ദൈവത്തിന് സ്തോത്രം. വിശ്വാസികളുടെ പട്ടിക നിരത്തി എബ്രായ ലേഖനത്തിൽ പറയുമ്പോൾ ഈ ഹാനോക്കിനും അവിടെ ഒരിടം വരുന്നുണ്ട്. നമുക്ക് ഇന്ന് ഈ ഹാനോക്കിൻ്റെ ജീവിതത്തിലെ ചില സവിശേഷതകളെ പറ്റി വായിക്കാം. ആദ്യത്തെ സവിശേഷത എന്ന് പറഞ്ഞാൽ അവന് 65ാമത്തെ വയസ്സിലൊരു മാനസാന്തരം കിട്ടിയതാണ്. ദൈവത്തിന് സ്തോത്രം. മാനസാന്തരപ്പെടുവാൻ കിട്ടുന്ന ഒരവസരം ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ്. അന്നത്തെ തലമുറയിൽ എങ്ങനെ ഈ ഹാനോക്കിന് ഇങ്ങനെ ഒരു അനുഭവം വന്നു? ഒരുപക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ഹൃദയത്തിൽ തോന്നിച്ചതായിരിക്കാം. എൻ്റെ ദൈവത്തോടു കൂടെ നടക്കണമെന്നും ദൈവത്തെ സ്നേഹിക്കണമെന്നും എല്ലാം ഒരു ആലോചന ദൈവത്തിന് കൊടുത്തതായിരിക്കാം. അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത്? കർത്താവിൻ്റെ കൽപ്പനയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം നാം വായിക്കുമ്പോൾ പറയും, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ എപ്പോഴും എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ് നാം മാനസാന്തരപ്പെടണമെന്ന്. ദൈവത്തിന് സ്തോത്രം. ആ ഒരു വലിയ ഭാഗ്യമാണ് ഹാനോക്കിന് ലഭിച്ചത്. എന്താണ് ഈ മാനസാന്തരം? എങ്ങനെയാണ് നമുക്ക് മാനസാന്തരം വരിക? റോമർ 10:17 പറയുന്നുണ്ട്, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ദൈവത്തിന് സ്തോത്രം. വിശ്വാസം കേൾവിയാലാണ് വരുന്നത്, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താൽ വരുന്നു. ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു രൂപാന്തരമാണ് ഈ മാനസാന്തരം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഈ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മാനസാന്തരത്തിൻ്റെ അനുഭവം വരുമ്പോൾ അതൊരു പഴയ ജീവിതവും ഒരു പുതിയ ജീവിതവുമാണ്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നു, പഴയത് കഴിഞ്ഞു പോയി എന്നാണ് നാം വായിക്കുന്നത്. യേശുവിൻ്റെ അടുത്തേക്ക് പല രീതിയിലും നമുക്ക് വരുവാനായിട്ട് സാധിക്കും. മഗ്ദലന മറിയത്തിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അറിയാം, അവൾ ഒരിക്കലും സ്വന്തമായി വന്നതല്ല, അവളെ നിർബന്ധിച്ച് വലിച്ചിഴച്ച് കൊണ്ടുവന്നതാണ്. കൊല്ലുവാനായിട്ട് കൈകളിൽ കല്ലുകളുമേന്തി യഹൂദന്മാർ കർത്താവിനെ പരീക്ഷിക്കുവാനായിട്ടാണ് ആ മഗ്ദലനക്കാരത്തി മറിയെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ രക്ഷിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ അവൾ വന്ന് നിന്നപ്പോൾ, ഇപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് കല്ലെല്ലാം വന്ന് ഞാനിപ്പോൾ തന്നെ മരിച്ചു പോകുമെന്നെല്ലാം ഉള്ള ഭയത്തോടെയാണ് അവൾ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. എന്നാൽ നല്ലവനായ യേശു, സ്നേഹിക്കുന്ന പാപികളെ സ്നേഹിക്കുന്ന ദൈവം ആ യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ എന്ന്. അപ്പോൾ എല്ലാവരും അവളെ ഇട്ടിട്ട് പോയി, ആരും കല്ലെറിഞ്ഞില്ല. ആ കൽക്കൂപ്പാരത്തിൻ്റെ മുമ്പിൽ ഇന്ന് കർത്താവ് അവളോട് സംസാരിക്കുന്നുണ്ട്,
കല്ലെറിയാൻ യോഗ്യനായിട്ട് കർത്താവ് മാത്രമേ ഉള്ളൂ. കാരണം കർത്താവ് പാപം ചെയ്തിട്ടില്ല. ആ കർത്താവ് അവളോട് പറഞ്ഞു, പോക, ഇനി നീ പാപം ചെയ്യരുത് എന്ന്. ദൈവത്തിന് സ്തോത്രം. ആ മഗ്ദലക്കാരത്തിയുടെ ജീവിതത്തിൽ അന്ന് വരെ ഒരു ജീവിതം, ആ കർത്താവിൻ്റെ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ അവളൊരു പുതിയ സൃഷ്ടിയായി തീർന്നു. അവളുടെ പാപങ്ങളെല്ലാം അലമുറിയാതെ ദൈവസന്നിധിയിൽ കണ്ണുനീരായി ദൈവസന്നിധിയിൽ വീഴ്ത്തുവാൻ അവൾക്ക് കഴിഞ്ഞു. അവളൊരു പുതിയ സൃഷ്ടിയായി കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു. ശിഷ്യന്മാരോടുകൂടെ കർത്താവിൻ്റെ വേലയിൽ പങ്കാളികളാകുവാൻ, യേശുവിനെ ആഴത്തിൽ സ്നേഹിക്കുവാൻ അവൾക്ക് കഴിഞ്ഞു. കാരണം അവളുടെ പാപങ്ങളെല്ലാം കർത്താവ് മായ്ച്ചു കൊടുത്തു. അവൾക്ക് ഒരു പുതിയ ജീവിതം കൊടുത്തു. ഇതാണ് മാനസാന്തരത്തിൻ്റെ അനുഭവം. പഴയ കാലങ്ങളെ ദൈവം നോക്കുന്നില്ല, എന്നാൽ അത് കഴിയുമ്പോഴല്ലോ ഒരു ജീവിതം, ഒരു പുതിയ മാനസാന്തരത്തിൻ്റെ അനുഭവം മഗ്ദലക്കാരി മറിയയ്ക്ക് ദൈവം കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ആ ശമരിയക്കാരത്തി സ്ത്രീയും കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്നുണ്ട്. കർത്താവ് അവളെ അന്വേഷിച്ച് വന്നതാണ്. അവൾ വെള്ളം കോരുവാനാണ് വന്നത്, എങ്കിലും കർത്താവ് അവളെ അന്വേഷിച്ച് വന്നു. കാരണം നാം അവളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവൾ 5 ഭർത്താക്കന്മാരുമായി ജീവിച്ചവളാണ്. എന്നാൽ ഇന്ന് വിവാഹം കൂടാതെ 6ാമതൊരുവനോടുകൂടി ജീവിക്കുമ്പോൾ അവൾ എത്ര പാപിയാണെന്ന് നാം ചിന്തിക്കും. പക്ഷേ കർത്താവ് അവളുടെ ഹൃദയത്തിലേക്ക് നോക്കിയപ്പോൾ അവളൊരു മശിഹായെ കാത്തിരിക്കുന്ന ഒരാളാണെന്ന് കർത്താവിന് മനസ്സിലായി. അതുകൊണ്ട് കർത്താവ് അവൾ കാത്തിരിക്കുന്ന മശിഹായ് ആണെന്ന് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾ ആൾ മാറി. അവൾ വെള്ളം കോരാൻ വന്നതാണെങ്കിലും ആ പാത്രം പോലും അവിടെ വെച്ചിട്ട് അവളെപ്പോലെ മശിഹായെ കാത്തിരിക്കുന്ന കുറേ ആളുകൾ ആ ശമരിയ പട്ടണത്തിലുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവൾ ഓടിച്ചെന്ന് പറയുകയാണ്, എന്തുകൊണ്ടാണ് ഒരു പാപിനിയായ സ്ത്രീ ചെന്ന് നിങ്ങൾ വരുവീന്ന് പറഞ്ഞ് ഇവൾ ആ ദേശത്തുള്ളവർ വിളിച്ചപ്പോൾ ആ ദേശത്തുള്ള ജനങ്ങളെല്ലാം യേശുവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ സാധിച്ച എന്തുകൊണ്ടാണ്? അവൾ ആൾ മാറി. അവർ ആ സ്ത്രീയെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സ്ത്രീ അല്ല ഇപ്പോൾ അവളോട് സംസാരിക്കുന്നതെന്നും ഇവൾക്ക് എന്തോ മാറ്റം വന്നിട്ടുണ്ടെന്നും ഇവളുടെ മുഖഭാഗവും അവളുടെ ഉള്ളിലുള്ള സന്തോഷവും സമാധാനവും അവളുടെ ചുറ്റുമുള്ള മുഖം പ്രകാശിക്കുന്നതെല്ലാം അവർക്ക് കാണുവാൻ സാധിച്ചുകൊണ്ടാണ് ഒരു പാപിയായ സ്ത്രീ ചെന്ന് ആ നാട്ടിലുള്ള ആൾക്കാരെ എല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചത്. ദൈവത്തിൻ്റെ സ്തോത്രം. അത് ആണ് മാനസാന്തരം. അവളുടെ ജീവിതം മാറി, അവൾ യേശുവിനുമായിട്ട് ജീവിക്കുവാൻ തുടങ്ങി. അതാണ് മാനസാന്തരം. നമുക്കറിയാം, പാപങ്ങൾ പെരുകിയപ്പോൾ ദൈവം നിനുവ ദേശത്തെ നശിപ്പിക്കുവാനായിട്ട് തുടങ്ങി. നശിപ്പിക്കുന്നതിന് മുമ്പ് ദൈവം, സ്നേഹവാനായ ദൈവം ആ ദേശത്തിലെ ജനങ്ങൾക്ക് ഒരു അവസരം കൂടി കൊടുക്കുകയാണ്, അവർ നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. യോനാ പ്രവാചകന് 2ാമത് അരുളപ്പാട് കൊടുത്ത് നിനുവ ദേശത്തേക്ക് അയക്കുകയാണ്. ഒരു വാക്യം മാത്രമായിരുന്നു ആ പ്രസംഗത്തിലുണ്ടായിരുന്നുള്ളൂ. 40 ദിവസത്തിനകം നിനുവ ഉന്മൂലനാശമായി പോകുമെന്ന് മാത്രമാണ് യോന പ്രസംഗിച്ചത്. എന്തുകൊണ്ട് ആ ജനം അത് വിശ്വസിച്ചു? കാരണം ഈ യോന വന്നത് അവർ കണ്ടതാണ്. വലിയൊരു മഹാമത്സ്യം ഒരാളെ വിഴുങ്ങി അവിടെ അവരുടെ ദേശത്ത് വന്ന് ഛർദ്ദിക്കുന്നതും ആ മനുഷ്യൻ ഒരു കേടും കൂടാതെ വന്ന് സംസാരിക്കുന്നതും എല്ലാം കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ദൈവം അയച്ച ആളാണെന്ന്. അതുകൊണ്ട് തന്നെ അവർ ആ വചനം പൂർണ്ണമായി വിശ്വസിച്ചു. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുമ്പോൾ മാത്രമാണ്, ദൈവം അയച്ച വചനം വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് മാനസാന്തരപ്പെടുന്നത്. കൊട്ടാരം തുടങ്ങി കുടിൽ വരെയുള്ള ആളുകളെല്ലാം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി അവരുടെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിലവിളിച്ചു. കാരുണ്യവാനായ ദൈവം അവരുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ദൈവം ഒരു സെക്കൻഡ് ചാൻസ് തരുന്ന ദൈവമാണ്. നശിപ്പിക്കുന്നതിന് മുമ്പേ അനുദപിക്കാനുള്ള ഒരു അവസരം കൊടുത്തു അവർക്ക്. ആ അവസരം അവർ ശരിയായി ഉപയോഗിച്ചു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് തന്നെ ദൈവം വെറുതെ ഒന്നും ശിക്ഷ ഒഴിവാക്കിയില്ല. നാം വായിക്കുന്ന അവരുടെ ജീവിതത്തിലേക്ക് പ്രവൃത്തികളാൽ അവർ മാനസാന്തരപ്പെട്ടു എന്ന് ദൈവത്തിന് ബോധ്യമായപ്പോൾ ദൈവം അവരുടെ ശിക്ഷാവിധി പിൻവലിച്ചു. അത് നടത്താക്കിയില്ല. നിനുവയെ ഉന്മൂലനാശം വരുത്തിയില്ല. ദൈവത്തിന് സ്തോത്രം. അതാണ് വിശ്വാസം. വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ട വ്യത്യാസങ്ങളെല്ലാം വരുത്തി ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് നാം വശമതനായിട്ട് നാം ജീവിതത്തെ ക്രമീകരിക്കും. നമുക്കൊരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുവാനായിട്ട് കഴിയും. നാം പഴയ നിയമത്തെ കാലത്തിലേക്ക്, രാജാക്കന്മാരുടെ അനുഭവത്തിലേക്കെല്ലാം നോക്കുമ്പോൾ നമുക്കറിയാം, ചില രാജാക്കന്മാരോടൊക്കെ ദൈവം കൽപ്പിക്കുമ്പോൾ അവരത് അനുദപിക്കുകയും ദൈവം വരുന്ന ശിക്ഷാവിധി അവർക്ക് ഒഴിവാക്കുകയും ചെയ്യും. എന്നാൽ ചിലർ അനുസരിക്കാതിരിക്കുമ്പോൾ അതുപോലെ വലിയ ശിക്ഷാവിധിയിൽ അവരാകുന്നതും വായിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വചനം തരുമ്പോൾ അതനുസരിച്ച് കീഴടങ്ങിയിരിക്കാൻ നമുക്ക് അനുഗ്രഹമാണ്. അങ്ങനെ അനുസരിച്ച് വരുമ്പോഴാണ് നമുക്ക് ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം വരുന്നതും തുടർന്നുള്ള ജീവിതം ഒരു പുതിയ ജീവിതമായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതും.
നീക്കോദിമോസിനോട് കർത്താവ് പറഞ്ഞു, നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ സുഖരാജ്യം കാണുവാൻ നിനക്ക് കഴിയുകയില്ല എന്ന്. അപ്പോൾ ഈ യഥാർത്ഥ മാനസാന്തരം വരുമ്പോൾ നമുക്കൊരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവമാണ് ദൈവം നമുക്ക് തരുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. പല കാരണങ്ങളാൽ നാം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിലേക്ക് വരും. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് പോലും പല ആളുകളും ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിട്ട് വന്നു. കർത്താവ് അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് വരുന്നത്? നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ വരുന്നത്. എന്നാൽ നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് ആയിട്ട് തന്നെ പ്രവർത്തിക്കുവാനായിട്ട് കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. ഒരു മനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്ന് നിത്യജീവനിലേക്ക് അവകാശമാക്കി വരുവാൻ തക്കവണ്ണമാണ് കർത്താവ് ഈ ഭൂമിയിൽ പ്രവർത്തിച്ചത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവമാണ് നമുക്ക് ദൈവത്തോട് കൂടെ നടക്കുവാൻ സാധിക്കും. ഈ ഹാനോക്കിൻ്റെ ജീവിതത്തിൽ അതാണ് നാം വായിക്കുന്നത്. ആ ഒരു അനുഭവം വന്നപ്പോൾ, ഹാനോക്കിനൊരു വ്യത്യാസം വന്നപ്പോൾ, ഒരു മാനസാന്തരം വന്നപ്പോൾ, ബാക്കി 300 വർഷം ഹി വാസ് ഇൻ ഫെലോഷിപ്പ് വിത്ത് ഗോഡ് എന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ഹി വാസ് ഇൻ കോൺസ്റ്റൻറ്റ് ടച്ച് വിത്ത് ഗോഡ്. ദൈവത്തോട് എപ്പോഴും സംസർഗം ചെയ്ത് അങ്ങനെ ജീവിച്ചിരുന്ന ഒരു കാലം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിനും സന്തോഷമായിരുന്നു ഹാനോക്കിനോടുകൂടി. നാം ഓർക്കണം, നാം രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ നമുക്ക് ദൈവത്തോടു കൂടെ നടക്കുവാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? ആ ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം അനുസരിച്ച് ദൈവത്തോടു കൂടെ നടക്കണം. ദൈവത്തോടു കൂടെ നടക്കണമെങ്കിൽ എന്തു വേണം? ആമോസ് പ്രവാചകൻ പറയും, 2 പേർ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുവാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. നാം ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവം ഏദൻ തോട്ടത്തിലേക്ക് വന്ന് മനുഷ്യരോട് കൂടി നടക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആദാമിൻ്റെ തോളിൽ കൈയിട്ട് ഉലാവിക്കൊണ്ടിരുന്ന ആ ഒരു അനുഭവത്തെക്കുറിച്ച് നമ്മുടെ പിതാക്കന്മാർ പാടുന്നത്, അന്ന് ഇറേമാലാഖമാരെല്ലാം അതിശയം കൂറി ഈ മണ്ണിൻ്റെ ഉയർച്ചയിൽ ആശ്ചര്യം കൂറി നിന്നു എന്നാണ് നമ്മുടെ പിതാക്കന്മാർ ആരാധനാ ഗീതങ്ങളിൽ പാടുന്നത്. അങ്ങനെയുള്ളൊരു അനുഭവം ദൈവത്തിനും സന്തോഷമാണ്. കാരണം ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ സദൃശവാക്യങ്ങളിൽ പറയും, അവൻ്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോട് കൂടെയായിരുന്നുവെന്ന്. എന്നും മനുഷ്യപുത്രന്മാരോടുകൂടെ അവൻ്റെ സ്തുതികളും ആരാധനകളും ഏറ്റുകൊണ്ട് ആ ദൈവനാമം മഹത്വം കൊടുത്തുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവമാണ് നമുക്ക് ദൈവത്തോടു കൂടെ നടക്കുവാൻ സാധിക്കും. ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ സാധിക്കും. എങ്ങനെയാണ് നാം ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുന്നത്? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിച്ചേക്കാം. രക്ഷിപ്പാൻ കഴിയാതവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതവണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. നമുക്ക് ദൈവത്തോട് കൂടെ നടക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രധാന കാരണം നമുക്ക് പാപം തന്നെയാണ്, നമ്മുടെ പാപം തന്നെയാണ്. സക്കായിയുടെ ജീവിതത്തിലേക്ക് യേശുക്രിസ്തു വരുമ്പോൾ സക്കായി യേശുവിനെ കാണണമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ സഖായി യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവ് പറയും, സഖായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ നിന്നോടുകൂടെ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. സഖായി സന്തോഷത്തോടെ ഇറങ്ങി വന്നു. ദൈവത്തോടു കൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ സഖായിക്കൊന്നും മനസ്സിലായി, എൻ്റെ ഈ ആൾത്തം വെച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ കൂടെ, പരിശുദ്ധനായ ദൈവത്തിൻ്റെ കൂടെ എനിക്ക് നടക്കുവാൻ സാധിക്കുന്നില്ല എന്ന് സഖായിക്ക് മനസ്സിലായി. കാരണം അവനോട് കൂടെയുള്ള ആളുകളെല്ലാം പറഞ്ഞു, ദേ അവൻ പാപികളുടെ കൂടെ വസിക്കാൻ പോകുന്നുവെന്ന്. സഖായി അപ്പോൾ തന്നെ തീരുമാനിച്ചു, കർത്താവേ ഞാൻ പാപിയാണ്, ഞാൻ പിടിച്ചു പറിച്ചിട്ടുള്ളതാണ്, ഇതെല്ലാം ഞാൻ എൻ്റെ കർത്താവേ എൻ്റെ സമ്പാദ്യത്തിൽ പകുതി ഞാൻ ദരിദ്രത്തിൽ കൊടുക്കോളാം, വല്ലവരോടും ഞാൻ അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 5 ഇരട്ടി ഞാൻ മടക്കി കൊടുത്തോളാമെന്ന് അവനൊരു തീരുമാനമെടുത്ത് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് ഒരു പുതിയ മനുഷ്യനായിട്ട് കർത്താവിൻ്റെ കൂടെ നടക്കുകയാണ്. കാരണം നാം കർത്താവിൻ്റെ കൂടെ നടക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങളെല്ലാം എടുക്കേണ്ടി വരും. എങ്ങനെയാണ് നാം തീരുമാനിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകി നമ്മുടെ പാപങ്ങളെല്ലാം കഴുകി അയാൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ കൂടെ പോകുവാൻ സാധിക്കുകയുള്ളൂ. ഇയ്യോബിൻ്റെ പുസ്തകം അതിൻ്റെ 22-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയും, നീ അവനോട് ഇണങ്ങി സമാധാനമായിരിക്കുക, അതിനാൽ നിനക്ക് നന്മ വരും. ദൈവത്തോട് ഇണങ്ങി നിന്നാൽ മാത്രമേ നമുക്ക് സമാധാനമായി നടക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തോടുള്ള സംസർഗത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 18-19 വാക്യങ്ങൾ. അതിനകത്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് നമുക്ക് യേശുക്രിസ്തു മൂലം പിതാവ് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നതെന്നുള്ള കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത്.
പിതാവായ ദൈവം നമുക്ക് തന്ന ഒരു വലിയ നിധിയാണ്, വലിയൊരു സമ്മാനമാണ് കർത്താവായ യേശു ക്രിസ്തു. പിതാവ് സ്വന്തം പുത്രനെ ആദരിക്കാതെയാണ് നമ്മെ ആദരിച്ച് നമുക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിനെ ഏൽപ്പിച്ചു തന്നത്. ആ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ മാത്രമാണ് നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അത് അങ്ങനെയാണ് 2 കൊരിന്ത്യർ 5-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചുമിരിക്കുന്നു. ക്രിസ്തു മൂലം ദൈവത്തോട് നിരപ്പിച്ചു, ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങൾക്ക് ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഓടി നടന്ന എല്ലാവരോടും ഈ നിരപ്പിൻ്റെ വചനം പറഞ്ഞു. നാം കർത്താവിനോടുകൂടി നിരപ്പായിട്ടുണ്ടോ? നമ്മുടെ പാപങ്ങളെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിൽ കൂടി നാം രക്ഷ പ്രാപിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ സ്തോത്രം. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനാബ്ദികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നുവെന്നാണ് നാം അതിൻ്റെ 5-20 വാക്യത്തിൽ പറയുന്നത്. 2 കൊരിന്ത്യർ 5:20. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു കിട്ടുമ്പോൾ നമുക്ക് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാം, ദൈവത്തോടു കൂടെ നടക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം. എന്തോ ഒരു വലിയ ഭാഗ്യമാണ്. അങ്ങനെ ദൈവത്തോടു കൂടെ നടക്കുമ്പോഴാണ് നമുക്ക് ഇത്രയോ ഒരു വലിയ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സൗഭാഗ്യ ജീവിതം നമുക്ക് അനുഭവിക്കാൻ കഴിയും. അത്യുന്നതനായ ദൈവത്തോടു കൂടെ നടക്കുക എന്തോ ഒരു ഭാഗ്യമുള്ളതാണ്. നമ്മളത് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരാൾക്ക് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു എന്ന് എഴുതി വച്ചിരിക്കുന്നു. എന്തുകൊണ്ട് എനിക്കും എൻ്റെ ദൈവത്തോടു കൂടെ നടക്കാൻ സാധിക്കില്ല? നാം ദൈവത്തോടുകൂടി നിരപ്പ് പ്രാപിച്ചാൽ കർത്താവിനോടുകൂടി നമുക്കും ഈ തലമുറയിലും നടക്കുവാൻ സാധിക്കും. കാരണം അങ്ങനെയുള്ള പ്രാർത്ഥനകളെല്ലാം ദൈവം ചെവിക്കൊള്ളുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നാം ദൈവത്തോടുകൂടി നടക്കുമ്പോൾ നാം വായിക്കുന്നുണ്ട്, നോഹ ദൈവത്തോടുകൂടെ നടന്നു. ദൈവത്തോടുകൂടെ നടക്കുമ്പോൾ ദൈവം പല കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരും. നോഹ ദൈവത്തോടുകൂടെ നടന്നതുകൊണ്ട് ജലപ്രളയം ഉണ്ടാകുമെന്നും അങ്ങനെ ഉണ്ടാകുമ്പോൾ അങ്ങനെ നശിക്കാതിരിക്കാനായിട്ട് ദൈവം വഴി കാണിച്ചു കൊടുക്കുകയാണ്. നാം ദൈവത്തോടുകൂടെ നടക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. ഹാനോക്കിൻ്റെ 3-ാമത്തെ സവിശേഷത അതാണ്. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് സാക്ഷ്യം ലഭിച്ചു. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നാം അങ്ങനെയാണ് വായിക്കുന്നത്. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം ലഭിച്ചു എന്നാണ് പറയുന്നത്. എന്തോ ഒരു ഭാഗ്യമാണ് ഇപ്പോൾ ഈ ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ ആ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുക ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നൊരു സാക്ഷ്യം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഞാൻ മരിച്ചു കിടക്കുമ്പോഴെല്ലാം എൻ്റെ കർത്താവെ, അനേകർ എന്തെങ്കിലുമൊക്കെ എല്ലാം പറയും, പക്ഷേ എൻ്റെ ജീവൻ്റെ ദൈവം എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ കർത്താവായ യേശു ക്രിസ്തു പറയുമോ, അവൾ എന്നെ പ്രസാദിപ്പിച്ചു എന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ അവർ പറയുമോ? ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ ഒരു അനുഭവം കിട്ടുന്നതാണ് ഏറ്റവും വലിയ ദൈവത്തിൽ നിന്നുള്ളൊരു സാക്ഷ്യം. ഹൗ മച്ച് പ്ലീസ്ഡ് ഹി വാസ് വിത്ത് ഈനോക്ക് എന്നാണ് നാം വായിക്കുന്നത്. ദൈവം അവനിൽ വളരെയധികം സന്തോഷിച്ചിരുന്നു. ഹാനോക്കിനോടുകൂടെ ജീവിക്കുന്നതിൽ, അവനോടുകൂടെ നടക്കുന്നതിൽ ദൈവത്തിന് സന്തോഷമായിരുന്നു. അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവൾ കിട്ടുന്നതാണ് 4-ാമത്തെ സവിശേഷത. ദൈവത്തോട് കൂടെ നടന്നാൽ അവൻ പല കാര്യങ്ങളും കർത്താവ് അവന് മനസ്സിലാക്കി കൊടുത്തു. ദൈവത്തിൻ്റെ സ്തോത്രം. അവൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവ് അവന് മനസ്സിലായി. നാം അങ്ങനെയാണ് യൂദായുടെ പുസ്തകത്തിൽ വായിക്കുന്നത്. ഒരധ്യായം മാത്രമുള്ള ലേഖനമാണ് യൂദായുടെ ലേഖനം. അതിൻ്റെ 15-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്: ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ എല്ലാവരെയും ന്യായം വിധിപ്പാനുമായിട്ട് കർത്താവ് 1000 വിശുദ്ധന്മാരുമായി വരുന്നത് ഹാനോക്കിന് കാണിച്ചു കൊടുത്തു എന്നാണ് യൂദായുടെ ലേഖനത്തിൽ നാം വായിക്കുന്നത്. 15-ാം വാക്യം: ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തിയോട്ടേരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു. കർത്താവിൻ്റെ 2-ാമത്തെ വരവ് അത് ആത്മാവിൽ കണ്ടു. ദൈവത്തിൻ്റെ സ്തോത്രം. ഹാനോക്കിൻ്റെ സവിശേഷതയാണ് അവൻ ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടു. അവൻ മരിക്കാതെ സ്വർഗത്തിലേക്ക് പോയി. ഒരു നല്ലൊരു അന്ത്യം ഈ കർത്താവിനോട് കൂടെ നടക്കുമ്പോൾ കിട്ടുന്ന വലിയൊരു സൗഭാഗ്യമാണ് നല്ലൊരു അന്ത്യം. എങ്ങനെയാണ് നല്ലൊരു അന്ത്യം കിട്ടുന്നത്? കർത്താവിനോട് കൂടെ നടന്നാൽ മാത്രമേ അങ്ങനെ ഒരു അന്ത്യം നമുക്ക് കിട്ടുവാൻ സാധിക്കുകയുള്ളൂ. ലാസറിനും ധനവാനെക്കുറിച്ചും പറയുമ്പോൾ
കർത്താവ് പറയുന്നുണ്ട്, ലാസർ ഈ ലോകത്തിൽ വളരെ കഷ്ടതയുള്ളതായിട്ട് ജീവിച്ചിരുന്ന മനുഷ്യൻ, എന്നാൽ അവൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രാഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. നല്ലൊരു അന്ത്യം. എന്തുകൊണ്ട് ലാസറിനത് കിട്ടി? ഒരു പരിഭവമില്ലാതെ ഉള്ള സാഹചര്യത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവനെ ആരും അറിയാത്തവനാണെങ്കിലും എല്ലാം കാണുന്ന ദൈവം അവൻ്റെ ജീവിതത്തിൽ പ്രസാദിച്ചിരുന്നതുകൊണ്ട് അവനെ അബ്രാഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. വലതുഭാഗത്തെ കള്ളനും അതുപോലെ തന്നെ ഈ കർത്താവിനെ കണ്ടപ്പോൾ, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവന് മനസ്സിലായി ഇവൻ രണ്ടാമത് വരുമെന്നും ഈ കർത്താവ് രാജാവായിട്ട് വരുമെന്നും. അവൻ തക്ക സമയത്ത് കള്ളനും കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, നീ വരുമ്പോൾ എന്നെയും ഓർത്തു കൊള്ളണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ചു. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമകാലത്ത് ഒരു ബിലയാം എന്ന് പറഞ്ഞൊരു പ്രവാചകനുണ്ടായിരുന്നു. ദൈവത്തെ മുഖാമുഖമായി കണ്ട ആളെല്ലാമായിരുന്നു. എന്നാൽ ആ ബിലയാം പ്രാർത്ഥിക്കുന്നുണ്ട്, ഭക്തൻ മരിക്കുന്നത് പോലെ എനിക്ക് മരിക്കുവാൻ ഇടവരണമേ എന്ന്. പക്ഷേ ആ പ്രാർത്ഥന ദൈവം കഴിക്കുന്നില്ല. കാരണം ദൈവത്തെ എല്ലാം കണ്ടതാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് വിരോധമായി ചെയ്തതുകൊണ്ട് അങ്ങനെ ഒരു അന്ത്യം ലഭിച്ചില്ല. നാം ഈ ഹാനോക്കിനെ കുറിച്ച് പലതും ധ്യാനിച്ചു. ഈ ഹാനോക്കിൻ്റെ ജീവിതത്തിലുള്ള 5 കാര്യങ്ങൾ നാം ചിന്തിച്ചു. അവൻ ഒരു മനസാന്തരം വന്നു, അവൻ ദൈവത്തോടു കൂടെ നടന്നു, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു, നല്ലൊരു അന്ത്യം അവന് കിട്ടി. നമുക്കും കർത്താവിനോട് പ്രാർത്ഥിക്കാം, ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ ഹാനോക്കിനെ പോലെ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം ഞങ്ങൾക്ക് ലഭിച്ച്, കർത്താവേ, നിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് കർത്താവേ ഈ ലോകത്തിൽ നിന്നോടുകൂടെ നടന്ന് നിന്നെ പ്രസാദിപ്പിച്ച്, കർത്താവേ, നിൻ്റെ സന്നിധിയിലേക്ക് നീ രണ്ടാമത് വരുമ്പോൾ കർത്താവേ, ഞങ്ങളും കർത്താവേ കറയും ചുളുക്കവും ഇല്ലാത്ത മണവാട്ടിയേക്ക് നിരയേറ്റ് വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.